ഇപ്പോൾ നിങ്ങൾ എക്സ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എക്സിൽ നമുക്ക് പല പോസ്റ്റുകളും കാണിക്കുന്നത് നമ്മുടെ യൂസേജിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ കാണിക്കുക. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ട്രാക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പോസ്റ്റുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യും. അപ്പം ഭൂരിഭാഗം കേസിലും ഇത് ഡിഫോൾട്ടായിട്ട് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി അഥവാ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺ ആക്കാവുന്നതാണ്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഫേർഡ് ഐഡന്റിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ പേഴ്സണലൈസ് ബേസ്ഡ് ഓൺ യുവർ ഇൻഫേർഡ് ഐഡന്റിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഇനി അഥവാ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അപ്പം നിങ്ങളുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു എക്സലിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഫോൺ, ലോഗ് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ, അതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫീച്ചർ ഓൺ ആക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.